പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളെന്നുള്ളതാണ് പൊതുവേ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ വാ തുറന്നാലും ഒന്നുകിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുന്നതിനോടൊക്കെ ഞങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിന് ഒറ്റ മറുപടിയായിട്ടുള്ളത് തരാനുള്ളത്. മാറ്റിവെച്ചത് ഒരു താൽക്കാലിക ആശ്വാസം എന്ന് മാത്രം പറയാം. എന്നാൽ ക്രൈസ്തവ സഭകളോട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് വ്യക്തമായ ക്രിയാത്മകമായ ചർച്ചകൾ നടത്താതെ ആ ബില്ല് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വിനാശ പരിപാടിയാണ് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. എന്തായാലും മാറ്റിവെച്ചു എന്നുള്ളത് അല്പം സന്തോഷം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവർ ക്രിയാത്മകമായി ചിന്തിക്കുമെന്നാണ് കരുതുന്നത്. പിന്നെ നിങ്ങളെപ്പോലെ ചിലരൊക്കെ പറയുന്നുണ്ട് ഇത് ഒരു ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് മാറ്റിവെച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാകുന്നുവെങ്കിൽ ആ ആശങ്കയെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സഭയെ സംബന്ധിച്ച് ഇലക്ഷനുമായിട്ട് ബന്ധമുള്ള വിഷയങ്ങളൊന്നും അല്ലല്ലോ ഇത്. സഭയുടെ നിത്യമായ നിലനിൽപ്പിന് സഭ നടത്തി വരുന്ന ദീനാനുഗമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനോട് അത് ഏത് സമയമായാലും പ്രതികരിക്കേണ്ടത് സഭയുടെ ഒരു ആവശ്യമാണ്. അത് സഭയ്ക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അല്ല, തീർച്ചയായിട്ടും ഈ പ്രതിഷേധം എന്ന് പറയുന്നതിന് പല നിർവചനങ്ങളുണ്ട്. സഭയ്ക്ക് സഭയുടേതായ ഒരു രീതിയുണ്ട് പ്രതിഷേധങ്ങൾ നടത്തുന്നതിന്. തീർച്ചയായിട്ടും ആ മാർഗങ്ങളിലൂടെ സഭ അറിയിക്കേണ്ടവരെ കാര്യങ്ങൾ അറിയിച്ചിരിക്കും. അത് നാളെ ആയാലും അറിയിച്ചിരിക്കും. ഇലക്ഷന് നാളെ തീരും, പക്ഷേ സഭ നാളെ തീരുകയല്ലോ. സഭ തുടരുന്ന ഒന്നാണല്ലോ. അതുകൊണ്ട് ക്രൈസ്തവ സഭകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, ക്രൈസ്തവ സഭകൾക്ക് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏത് കാര്യങ്ങളും ക്രിയാത്മകമായ പ്രതികരണം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസം സഭ അഭിപ്രായം പറഞ്ഞിരുന്നു, സഭ എതിർപ്പ് അറിയിച്ചിരുന്നു, ആശങ്ക അറിയിച്ചിരുന്നു. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് BJP-യിൽ നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു? ഇതുവരെ അങ്ങനൊരു ശ്രമം എവിടെയെങ്കിലും ഉണ്ടായതായിട്ട് അറിവില്ല. എന്തായാലും ഞങ്ങളുടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്ങനൊരു ചർച്ചയ്ക്ക് ആരും തയ്യാറായി വന്നതായിട്ട് എനിക്ക് അറിയാൻ മേല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞേനെ. ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇത് മാറ്റി വെച്ച സ്ഥിതിക്ക് ചിലപ്പോൾ ഇനി ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങളോട് ചർച്ചയ്ക്ക് വരണമെന്നില്ല, പക്ഷേ ഇതിൽ ആരെയൊക്കെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് അവരെയൊക്കെ ഒന്ന് ഒരുമിച്ച് വിളിച്ചു വരുത്തി ചർച്ച ചെയ്യേണ്ട ഒരു സാധാരണ പൗരൻ്റെ ഒരു അവകാശമുണ്ടല്ലോ. ആ അവകാശം നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇതുവരെ അങ്ങനെ ആരും വന്നിട്ടില്ല. കേന്ദ്രമന്ത്രി പറഞ്ഞത് ഈ ബില്ലോട് കൂടി FCR എന്നുള്ളത് അവകാശമായി മാറും എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് ഭാഗമാണ്. അപ്പോൾ ഒരിക്കലും അദ്ദേഹം അതിനെതിരെ ഒന്നും പറയത്തില്ലല്ലോ. അതിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല അതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പറയാനായിട്ട് ഒക്കുകയുള്ളൂ. എന്തുകൊണ്ട് ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല? ഒരു തുറന്ന ചർച്ച വരട്ടെ. ചർച്ചയ്ക്ക് ശേഷം അതിനകത്ത് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അംഗീകരിച്ച് പോകാമല്ലോ. എന്തെങ്കിലും സഭയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ഭാഗത്തോ ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കാനായിട്ട് തയ്യാറാവുക. അതിനുശേഷം ബില്ല് വരുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അത് വരേണ്ടത് കൃത്യമായ നല്ല നിർവചനങ്ങൾ, എല്ലാവരുടെയും കൂടി ഒരു കൺസെൻറ്റ് കൂടി എടുക്കുക. നമ്മളൊരു ജനാധിപത്യ രാജ്യമല്ലേ ഇത്. ഒരു ഡിക്റ്റേറ്റർ മോഡലിൽ പോകേണ്ട കാര്യങ്ങളൊന്നും അല്ല ഭാരതത്തിലെ ജീവിതശൈലി. നമ്മളൊരു ജനാധിപത്യ മൂല്യമുള്ള ഒരു രാജ്യമാണ്. ജനാധിപത്യം പറയുമ്പോൾ ആർക്കും എന്തും വിളിച്ച് പറയുന്നതിന് ജനാധിപത്യം വിളിക്കാറില്ല. ഒരാൾ നിന്ന് ഒരു ഭരണം കൃത്യമായിട്ട് നടത്തി തരുന്നതും ജനാധിപത്യമല്ല. കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും മൊറാലിറ്റിയുണ്ട്, ധാർമ്മികതയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടി നിർത്തി കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ജനാധിപത്യമാകും. അല്ലാത്തതിന് കൂട്ടാധിപത്യമൊന്നും സ്വേച്ഛാധിപത്യമൊന്നും ഒക്കെ നമ്മൾ വിളിക്കാനായിട്ട് ഒക്കുകയുള്ളൂ. അങ്ങനെ അല്ലല്ലോ നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിലെ BJP-യുടെ സ്ഥാനാർത്ഥിയും BJP-യുടെ മുതിർന്ന നേതാവുമായ PC ജോർജ് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. BJP-യുടെ കാര്യത്തിലാണ് ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ബിഷപ്പുമാരെ കുറിച്ച് മോശമായ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞവർക്ക് കോൺഗ്രസിന്റെ കുപ്പായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട PC ജോർജിനെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്ക് സമൂഹത്തിന് എല്ലാവർക്കും നല്ലപോലെ അറിയാം. അദ്ദേഹം നല്ല മനുഷ്യനാണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിന് മാത്രമേ ലൈസൻസ് ഉള്ളെന്നുള്ളതാണ് പൊതുവേ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ വാ തുറന്നാലും ഒന്നുകിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തും, അതല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള സംസാരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുന്നതിനോടൊക്കെ ഞങ്ങൾ എന്തിനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് അതിന് ഒറ്റ മറുപടിയായിട്ടുള്ളത് തരാനുള്ളത്. അത് ജനം തീരുമാനിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാനിപ്പം PC ജോർജിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ കൃത്യമായ മറുപടി ജനം കൊടുക്കുമെന്ന് ഞാൻ വിളിച്ച് പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ നാട്ടിലെ ജനം
വളരെ വിവേകമുള്ളവരാണെന്നാണ് ഞങ്ങളുടെയൊക്കെ ചിന്ത. വിവേകമില്ലാത്തവർ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഭൂരിപക്ഷം ജനവും വിവേകമുള്ളവരാണ്. അവർക്ക് തോന്നുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കും. അത് PC ജോർജോ അല്ലെങ്കിൽ എൻ്റെ ഏത് സ്ഥാനാർത്ഥികൾക്കോ ആർക്കെങ്കിലും അവർ കൊടുത്തു കൊള്ളട്ടെ, അത് വേറൊരു വിഷയമാണ്. പക്ഷേ PC ജോർജിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങൾ ക്രൈസ്തവ സഭയിലെ ബിഷപ്പുമാരെയാണ് പറഞ്ഞത്. അപ്പം ഞാനും അതിലൊരു ബിഷപ്പായതുകൊണ്ട് അത് കേട്ടപ്പോൾ എനിക്കും ഒരു വേദന ഉണ്ടായി. അദ്ദേഹം എപ്പോൾ പറഞ്ഞാലും ആരെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്ന ഒരു പ്രവണത അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ശീലത്തിൻ്റെ ഭാഗമാണ്. ആ ശീലത്തെ ആ ശീലമായിട്ട് മാത്രം കാണുക. അതിനപ്പുറം ഈ ഷോൺ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൃത്യമായ കണക്കുകളില്ലാത്തവർ മാത്രം പേടിച്ചാൽ മതി, അല്ലാത്തവർ പേടിക്കേണ്ട ഒരു വാദമാണ് അതിന് അംഗീകരിക്കുന്നത്. ഈ മലങ്കര ഓർത്തഡോക്സ് ഒരു ബിഷപ്പ് എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, മലങ്കര ഓർത്തഡോക്സ് സഭ കൃത്യമായി ഒരു വർഷത്തിൽ ഒരുമിച്ച് കൂടി അതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കും. കൃത്യമായും മാർച്ച് മാസം 31 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് അതിനെ കണക്ക് അവതരിപ്പിക്കും. സർക്കാരിൻ്റെ വേദികളിൽ എവിടെയാണോ കണക്ക് സമർപ്പിക്കേണ്ടത് അവിടെ ഇതുവരെയും കൃത്യമായ കണക്കുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സൂര്യാനി സഭയെക്കുറിച്ച് ആ കാര്യത്തിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. അത് ഓപ്പണായിട്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സഭയെ എന്തിനാണ്, ഞങ്ങളാണല്ലോ അത് കൂടുതൽ പറഞ്ഞത്, ഇതിനെതിരെ പറഞ്ഞത് അങ്ങനെയാണല്ലോ. ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമം തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ FCRA അല്ലെങ്കിൽ ഫോറിൻ എമൗണ്ട് വരിക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിദേശ കമ്പനിയുടെ പണം സ്വീകരിക്കുന്നതല്ല. ഇവിടെ ഒരു വിഷയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് മലങ്കര സഭയുടെ മക്കൾ ഇന്ത്യ വിട്ട് പുറത്തുള്ള ദേശങ്ങളിലൊക്കെ പോയി ജീവിക്കുകയാണ്. സഭ ഇവിടെ കേരളത്തിൽ നടത്തുന്ന അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ അധ്വാനത്തിനൊരു ഭാഗമാണ് അവിടുന്ന് ഇങ്ങോട്ട് അയച്ചു തരുന്നത്. അത് കൃത്യമായി കണക്കുകളോട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് പിന്നെ കണക്കില്ലാത്തവർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത് ഞങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അത് പരിശോധിച്ചാൽ പോരെ. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത്. പക്ഷേ ഈ സഭയിൽ ഇത് പറഞ്ഞ സമയത്ത് ആഭ്യന്തര സഹമന്ത്രി തന്നെ പറഞ്ഞത് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ടെന്നാണ്. എല്ലാറ്റിനും ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അവർ കാര്യങ്ങൾ നടത്തിപ്പോയാൽ മതി. മതപരിവർത്തനം ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച്, ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ഇന്ത്യയിലുള്ളതിൽ 2.5 പോലും ഇല്ലാത്ത ഒരു സമൂഹമാണ്. 2.5% പോലും ഇല്ല. എന്തോ മതപരിവർത്തനത്തെക്കുറിച്ചായി പറയുന്നത്? എന്തോ മതപരിവർത്തനമാണ് ഇവിടെ ഉള്ളത്? 2.5% പോലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമായി നിൽക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷേ ഈ വളരെ ചെറിയ ഒരു സമൂഹം ഇന്ത്യയുടെ മുഴുവൻ സമഗ്രവും സമൂലമായ ഉന്നതിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എവിടെയോ ആർക്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. അതല്ലാതെ അതിനകത്ത് മതപരിവർത്തനം എന്ന് പേരിട്ട് എങ്ങനെ ശരിയാവുന്നു? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേരണമെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചാണ് ഒരാൾ മറ്റൊരു മതത്തിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ സഭയിൽ നിന്ന്, ഞാനായിരിക്കുന്ന സഭയിൽ എത്ര പേര് ഹൈന്ദവ മതത്തിലേക്ക് പോയിട്ടുണ്ട്, എത്ര പേര് ഇസ്ലാം മതത്തിലേക്ക് പോയിട്ടുണ്ട്, എൻ്റെ സഭയിൽ നിന്ന് മറ്റ് സഭകളിലേക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ അതെൻ്റെ രീതിയിൽ തന്നെയാണല്ലോ പോകുന്നത്. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ആര് ഫോഴ്സ് ചെയ്തിട്ട് എന്ത് കാര്യമാണ്? അത് സത്യത്തിൽ ഒരു സഭയോ സമുദായത്തെയോ മതത്തെ അല്ല കുറ്റപ്പെടുത്തുന്നത്, ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് ഇവിടെ ഹനിക്കുന്നത്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുമ്പോഴും ഒരു വ്യക്തിക്ക് അവരുടേതായൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് ഇന്ത്യയിൽ ഭരണഘടന കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇതെല്ലാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. FCRA ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, അത് വോട്ടായി മാറുന്നു എന്നുള്ള രീതിയുണ്ടോ? അങ്ങനെയുള്ള ആശങ്കകൾ തീർച്ചയായിട്ടും കേരളത്തിലെ BJP നേതാക്കൾക്ക് ഉണ്ടായി കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് ഇപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കാനൊരു കാരണമായതെന്നുള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇത് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യക്തമായ ചർച്ചകളില്ലാതെ സുതാര്യതയില്ലാതെ ഇത് വീണ്ടും കൊണ്ടുവരാൻ ഞങ്ങൾ ഞങ്ങളുടേതായ പ്രതികരണങ്ങൾ വീണ്ടും നടത്തിയിരിക്കും. BJP പൊതുവായി ചെയ്യുന്ന രീതിയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം നടത്തുന്നു, തെരഞ്ഞെടുപ്പിലെ വിഷയം പരിഹരിക്കുന്നു, വോട്ട് വാങ്ങുന്നു, അതിനുശേഷം വീണ്ടും അത് നടപ്പാക്കുന്നു. അത് തന്നെ ഇവിടെയും ആവർത്തിക്കപ്പെടാൻ FCRയുടെ കാര്യത്തിൽ അല്ല, അതിപ്പോൾ BJPയെ കുറിച്ച് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ച നമ്മുടെ കേരള സമൂഹത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരള സമൂഹത്തിൽ 5 വർഷം ഭരിക്കുന്നത് ഇലക്ഷൻ അടുക്കാറാകുമ്പോഴത്തേക്കാണ് ഇഷ്ടംപോലെ ജനത്തിന് എന്തെങ്കിലും കൊടുത്ത് ചെയ്യുന്നത്. ബാക്കിയുള്ള 4 വർഷം എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയാൻ മേല. കറക്റ്റ് ഇലക്ഷൻ്റെ തലേന്നാണല്ലോ പ്രഖ്യാപനങ്ങളും സംഭാവനകളും ഒക്കെ നൽകുന്നത്. പക്ഷേ ഇവിടെ BJPക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. അവർ മണ്ടത്തരം കാണിച്ചാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു കാര്യങ്ങൾ അവർ ഇപ്പം ചെയ്തു. സാധാരണ ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം ആയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ്
ആറന്മുളയിലെ അവിടുത്തെ ജനം തീരുമാനിച്ചുകൊള്ളും. അവിടെ 2-3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതിൽ 2 പേര് മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളാണ്. 2 പേരും ജയിച്ച് വരണമെന്ന് വ്യക്തമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കുകയില്ലല്ലോ. അത് അവിടുത്തെ ജനം കൃത്യമായി തീരുമാനിച്ചുകൊള്ളും.